സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ പിന്നോട്ടില്ലെന്നും മതസാമുദായിക സംഘടനകൾക്ക് സർക്കാർ അടിമപ്പെടില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി. സമയമാറ്റത്തിൽ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഉത്തരവാദിയല്ലെന്നും 220 പ്രവൃത്തി ദിവസം ലഭ്യമാക്കേണ്ടത് വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ സമയമാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്തയടക്കമുള്ള സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. മത സാമുദായിക സംഘടനകളുടെ സമയവും സൗകര്യവും നോക്കി വിദ്യാഭ്യാസ ചട്ടങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അടക്കം 7 മണിക്ക് ക്ലാസുകൾ തുടങ്ങുന്നുണ്ട്. ഗൾഫ് നാടുകളിലെ സ്കൂളുകളിലും 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ഈ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റുകളുമായി ബുധനാഴ്ച ചർച്ച നടത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുന്നതിനൊപ്പം സ്കൂൾ മാനേജ്മെന്റ് ഒരു ജോലി കൂടി കുടുംബത്തിന് നൽകണമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. വീട് നിർമ്മിച്ചു നൽകാനുള്ള നടപടി ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അതോടൊപ്പം ചൊവ്വാഴ്ച മുതൽ ക്ലാസ് പുനരാരംഭിക്കും. രാവിലെ ചേരുന്ന സ്കൂൾ അസംബ്ലിയിൽ മിഥുന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തും. തുടർന്ന് 2 ദിവസം ക്ലാസുകളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും. മാനേജ്മെന്റ്, PTA, സ്റ്റാഫ് കമ്മിറ്റി എന്നിവ സംയുക്തമായി തിങ്കളാഴ്ച രാവിലെ 9:30 ബോയ്സ് ഹൈസ്കൂളിൽ അനുശോചന യോഗം ചേരുമെന്ന് മാനേജർ R. തുളസീധരൻ പിള്ള അറിയിച്ചു. ആ യോഗത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, RDD മാർ, AD മാർ, ഡയറ്റ് പ്രിൻസിപ്പൽമാർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ പ്രോജക്റ്റ് ഓഫീസർമാർ, ജില്ലാ കൈറ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ വിദ്യാഭ്യാസ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. എല്ലാം ജില്ലാ നിലവാരത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. മെയ് 13 സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ നടന്ന പ്രവർത്തനങ്ങൾ യോഗം വിശകലനം ചെയ്യും. ആ സർക്കുലർ എന്ന് പറയുന്നത് ഏതാണ്ട് 40ഓളം വരുന്ന പോയിന്റുകൾ പറഞ്ഞുകൊണ്ടുള്ള സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത്. ആ സർക്കുലർ തന്നെ ഒരു പ്രത്യേകത, സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. അത് പറയുന്നത് ഒന്ന്, വൈദ്യുതി ലൈനുകൾ നമ്മുടെ ഒരു കാരണവശാലും ഘട്ടത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ അതിൻ്റെ സമീപ പ്രദേശത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുപോലെ നമ്മൾ പോസ്റ്റിൽ നിന്ന് സ്റ്റേ കിട്ടുന്ന ലൈൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വേണ്ട രൂപത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൈകാര്യം ചെയ്തതെന്നെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നടന്ന സംഭവത്തിൽ അന്ന് AE അവിടെ ഇല്ലായിരുന്നു. അന്ന് AEയുടെ ചുമതല ഉണ്ടായിരുന്ന AED ഉദ്യോഗസ്ഥന്മാരെയും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുന്നതിന് HMനെ മാത്രം ബലിയാടാക്കി എന്നുള്ള നിലയിൽ ചില പത്രവാർത്തകൾ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. AEക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനേജ്മെന്റിന് 3 ദിവസത്തിനകം മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെയും വകുപ്പിന്റെയും നിർദ്ദേശം ഏറെക്കുറെ മാനേജ്മെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ അവർ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടാൽ ഇതൊന്നും ഒരു സഹായമല്ല. അതുകൊണ്ട് മാനേജ്മെന്റ് ഒന്നുകൂടെ ആലോചിക്കേണ്ടത്, ആ സ്കൂളിൽ കുട്ടിയുടെ മകന്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കോ ഒരാൾക്കോ ഒരു ജോലിയും കൂടെ കൊടുത്താൽ അവർക്ക് ഒരു വരുമാനമായി മാറും. ആ വീട് നിന്ന് കണ്ടാൽ വളരെ ദയനീയമാണ്. നമ്മുടെ ബോർഡെല്ലാം ഉണ്ടല്ലോ, നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മുടെ പരസ്യത്തിന് വേണ്ടി എഴുതി വയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡ്, ആ ബോർഡ് വെച്ച് മറച്ചൊക്കെയാണ് ആ വീടിൻ്റെ സ്ഥിതി എന്ന് പറയാം. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ വകയായി ഒരു 20 ലക്ഷത്തിന് താഴെയുള്ള ഒരു നല്ല വീട് വെച്ച് കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവരുടെ
മോർച്ചറിയിൽ ഞാൻ പോയിരുന്നു. വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ്. അത് കഴിഞ്ഞ ശേഷം അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളും ചില സംഘടനകളും ഒക്കെ അവിടെ വരുന്ന പൊതുപ്രവർത്തകരെ തടയുമെന്നും കരിക്കൊടി കാണിക്കുമെന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും ആ സ്കൂളിലും ഞങ്ങൾ പോയി അവർ കരിക്കൊടിയൊക്കെ കാണിച്ച് വാഹനത്തൊക്കെ തടയുന്നതിന് വേണ്ടി തയ്യാറായി. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ കരിക്കൊടി കാണിച്ച് തടയുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ നിലപാടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ജൂലൈ മാസം 25 മുതൽ 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്കൂളുകളിൽ നേരിട്ട് പരിശോധന നടത്തണം. നേരിട്ട് പോകണം. ജൂലൈ മാസം 25 മുതൽ 31 വരെയുള്ള തീയതിക്കുണ്ട്. ഈ പരിശോധന നടത്തുന്നോ എന്നുള്ളവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് ടീമിനെ ചുമതലപ്പെടുന്നു. അപ്പോൾ ഇതിൽ 7 പേരുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ DD, RDD, AD, DO, AIO, അധ്യാപന കോർഡിനേറ്റർ, BRC ഉദ്യോഗസ്ഥർ, 6 ഡയറ്റ് പ്രിൻസിപ്പൽ, 7 ഉദ്യോഗസ്ഥന്മാരുണ്ട്. 7 ഗ്രൂപ്പായി മാറും. ഒരു ജില്ലയിൽ 7 ഗ്രൂപ്പായി മാറും. അതിനാവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് തന്നെ എടുക്കാം. എന്നിട്ട് ഓരോ ഗ്രൂപ്പുകാരും ഒരു ദിവസം അവർക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം പിന്നെ സ്കൂളിലെത്തി പോകണം. ഈ 7 ഗ്രൂപ്പ്. അപ്പോൾ ഏതാണ്ട് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ സ്കൂളുകളിലും പോകാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.